അപ്പൊ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഓൾഡ് മോഡൽ വാഗണാറിന്റെ മിസ്സിംഗ് പ്രോബ്ലം ആയിട്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇൻലെറ്റ് വാൽവുകളും എക്സോസ്റ്റ് വാൽവുകളും ഡാമേജ് ഉണ്ടായിരുന്നു. വാൽവിന്റെ ഇടയിൽ കൂടെ കംപ്രഷൻ ലീക്ക് ആവുക എന്നതായിരുന്നു കംപ്ലൈന്റ്. പെട്രോൾ പരമായ കറണ്ട് പരമായ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. വാൽവുകൾക്ക് ഡാമേജ് ആയ വീഡിയോ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ കൊല്ലത്തുള്ള ലേത്തിൽ നിന്ന് ഹെഡ് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിന്റെ ഹെഡ് ഫേസ് ചെയ്തു. ശേഷം ഒരു സിലിണ്ടർ ഹെഡിലെ 4 വാൽവ് വെച്ച് 16 വാൽവുകൾ മാറി. 16 വാൽവുകൾ സീറ്റ് ചെയ്തു. തംസീലും അടിച്ചു. തംസീൽ എന്ന് വെച്ചാൽ വാൽവിന്റെ സീലാണ് തംസീൽ. അമിതമായ ഓയിൽ വാൽവിന്റെ ഇടയിൽ കൂടെ സിലിണ്ടർ ഹെഡിൽ എത്തിക്കഴിഞ്ഞാൽ പെട്രോളിന്റെ കൂടെ ഓയിൽ കത്തിപ്പെടും. അതുമൂലം വൈറ്റ് സ്മോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ശേഷം പിസ്റ്റൺ റിംഗ്സിനും പിസ്റ്റനും ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതാണ് എഞ്ചിൻ ബ്ലോക്ക്. കരിയില്ലാത്ത പേപ്പർ വെച്ച് ക്ലീൻ ചെയ്ത് കൈ വെച്ച് ഫേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന്റെ ബാങ്കോ ബ്രാൻഡിന്റെ ഹെഡ് ഗാസ്കറ്റ് ആണ് നമ്മൾ ഇടുന്നത്. ശേഷം ഇതിന്റെ ഹെഡ് ഇറക്കി സീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞാനും അനന്തും സച്ചിനും കൂടാണ് ഈ വർക്ക് ഫുള്ള് ചെയ്യുന്നത്. തിരക്കില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നത്. പെട്രോളിൽ കഴുകി വൃത്തിയാക്കിയ ഹെഡ് ബോട്ടുകൾ ഓരോന്നായി ഇടും. ശേഷം കൈവച്ച് എല്ലാ ബോട്ടുകളും ഫ്രീ ആയി പിടിച്ചതിന് ശേഷം ഹെഡിലെ എല്ലാ ബോട്ടുകളും ഒരേ ടൈറ്റിൽ ടൈറ്റ് ചെയ്യും. ക്യാം ഷാഫ്റ്റിലെ ബോട്ടുകളും റോക്രാം ഷാഫ്റ്റിലെ ബോട്ടുകളും എല്ലാം ഇടുന്നു. അപ്പൊ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ആണ് നമ്മളെ ക്യാം ബോട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ടൈറ്റ് ചെയ്യുന്ന കുറച്ച് സ്കില്ലായിട്ടാണ്. ഇതൊരു മെയിൻ വർക്ക് ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ ബോട്ടുകളും 2 വട്ടം ചെക്ക് ചെയ്തിരിക്കും. ശേഷം വർക്ക്ഷോപ്പിലെ തൊട്ടപ്പുറത്തെ പറമ്പില് നല്ല പഴുത്ത മാങ്ങ നിപ്പുണ്ടായിരുന്നു. നമ്മൾ അപ്പൊ തന്നെ എറിഞ്ഞിട്ട് തിന്നുകയാണ്. അങ്ങനെ ചൂടായിട്ട് ഞങ്ങളുടെ മുതലാളി തണ്ണിമത്തങ്ങ ജ്യൂസ് കൊണ്ടുവന്നു. ചൂട് സമയത്ത് കഴിക്കുമ്പോൾ നല്ല രുചിയുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർക്ക് ഫിനിഷിംഗ് ആയിരുന്നു. വണ്ടി സ്റ്റാർട്ടായി, മിസ്സിംഗ് ഒന്നും ഇല്ല. വീഡിയോ എടുത്തുതരാൻ ഇവന്മാരും ഇല്ലായിരുന്നു. അടുത്ത ദിവസം മിസ്സിംഗ് ഇല്ലാത്ത വണ്ടിയുടെ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയൊരു ആവശ്യത്തിന് നമ്മൾ എറണാകുളത്ത് പോയിരിക്കുമായിരുന്നു. നമ്മൾ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത വണ്ടി കസ്റ്റമറുടെ കയ്യിലെത്തി. അപ്പൊ ആ ചാപ്റ്റർ ക്ലോസ് ആയി. അപ്പോൾ അടുത്ത ചാപ്റ്റർ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പൊ നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ഫോളോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.